കേരളത്തിന്റെ വികസന വഴിയിലെ നാഴികക്കല്ലെന്ന് വിശേഷിപ്പിക്കപ്പെട്ട NH-66 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 643 കിലോമീറ്റർ ദൂരത്തിൽ 45 മീറ്റർ വീതിയിൽ പരന്നുകിടക്കുന്ന 6 വരിപ്പാത കേരളത്തിന്റെ വികസന ഭാവിയെ അടയാളപ്പെടുത്തുമെന്ന് ജനങ്ങളും ജനപ്രതിനിധികളും കേന്ദ്രവും അടക്കം വിശ്വസിച്ച സ്വപ്ന പദ്ധതി. പക്ഷേ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. മഴക്കാലത്തിന് മുൻപ് തന്നെ ചെറുമഴയിൽ തകർന്ന് തരിപ്പണമായി കേരളത്തിന്റെ വികസന ഭാവി. അതുവരെ ക്രെഡിറ്റ് എടുക്കാൻ മത്സരിച്ച രാഷ്ട്രീയ പാർട്ടികൾ തകർച്ചയെ തുടർന്ന് കൈയൊഴിഞ്ഞപ്പോൾ ആരോരുമില്ലാതെ അനാഥമായി രാജ്യാന്തര നിലവാരത്തിലുള്ള നിർമ്മാണം എന്നുവരെ കൊട്ടിയാഘോഷിക്കപ്പെട്ട 6 വരിപ്പാത. ദേശീയപാത എന്ന കേരളത്തിന്റെ ആവശ്യത്തിന് യഥാർത്ഥത്തിൽ വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഏകദേശം 15 വർഷം മുൻപേ പണി തീരേണ്ട പദ്ധതിയായിരുന്നു ഇത്. കേരളത്തിലെ ജനസാന്ദ്രതയും സവിശേഷമായ ഭൂപ്രകൃതി കൊണ്ടും അത്ര എളുപ്പമായിരുന്നില്ല ഈ പദ്ധതി നടപ്പിലാക്കുക എന്ന ദൗത്യം. മറ്റു പലയിടത്തും 60-65 മീറ്റർ വീതിയിൽ ദേശീയപാത നിർമ്മിക്കുമ്പോൾ കേരളത്തിൽ അത് 45 മീറ്റർ എന്ന കണക്കിൽ ചുരുങ്ങിയതും ഈ ഭൂവിന്യാസത്തിലെ പരിമിതികൾ കൊണ്ടായിരുന്നു. കേരളത്തിൽ ഇത് 35 മീറ്ററെ പറ്റൂ എന്ന് നിശ്ചയിച്ചിരുന്ന ഇടത്താണ് പല കാരണങ്ങളാൽ മുടങ്ങിപ്പോയ പദ്ധതി പിന്നീട് 45 മീറ്ററിൽ ഉറപ്പിച്ച് പണി ആരംഭിച്ചത്. പദ്ധതി ചിലവിന്റെ വലിയ ശതമാനം ഭൂമി ഏറ്റെടുക്കലിന് തന്നെ വേണ്ടി വരുമെന്നതായിരുന്നു 35-ൽ നിന്ന് 45 ആക്കാനുള്ള സംസ്ഥാനത്തിന്റെ ആവശ്യത്തെ എതിർക്കാൻ ദേശീയപാത അതോറിറ്റിയെ പ്രേരിപ്പിച്ച കാര്യം. കേരളത്തിലെ സവിശേഷ ഭൂവിനിയോഗം തന്നെയായിരുന്നു ഇതിന് പ്രധാനപ്പെട്ട കാരണം. പക്ഷേ നിശ്ചിത ശതമാനം തുക സംസ്ഥാന സർക്കാർ തന്നെ വഹിക്കാമെന്ന് ഏറ്റതോടെ ദേശീയപാത അതോറിറ്റി സമ്മതം മൂളി. അങ്ങനെ ന്യായമായ നഷ്ടപരിഹാരങ്ങൾ കൊടുത്തതിന്റെ പേരിൽ ജനങ്ങൾ കൂടെ നിന്നു. ആയിരക്കണക്കിന് വീടുകളും കടമുറികളും പൊളിച്ചുമാറ്റി ഭാവി വികസനത്തിനായി നാട് തയ്യാറെടുത്തു. റോഡ് നിർമ്മാണവുമായി ചേർന്നു വന്ന ഗതാഗത തടസ്സങ്ങളും അസ്വസ്ഥതകളും സഹിച്ചും ക്ഷമിച്ചും നല്ലൊരു ക്ലൈമാക്സിനായിട്ട് ജനങ്ങൾ കാത്തിരുന്നു. പ്രതിഷേധങ്ങളും പരിഭവങ്ങളും ഒന്നും കൂടാതെ പണി തുടർന്നു. പിന്നാലെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള ക്യാമ്പയിനുകളും കടന്നു വന്നു. പക്ഷേ അപ്രതീക്ഷിതമായി ഉണ്ടായ ചില വിള്ളലുകൾ പ്രതീക്ഷകളെയെല്ലാം അസ്ഥാനത്താക്കി. ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ നേരം ഫ്ലെക്സ് അടിക്കാൻ കാണിച്ച ആവേശം എന്തുകൊണ്ട് ഇപ്പോഴില്ലെന്ന് സർക്കാരിന് നേരെ ചോദ്യങ്ങൾ ഉയർന്നു. ഉത്തരവാദിത്തത്തിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കാനോ കൈയൊഴിയാനോ സംസ്ഥാന സർക്കാരിനായില്ല, കേന്ദ്രത്തിനുമായില്ല. കടുത്ത നടപടിയുമായി മുഖം രക്ഷിക്കാൻ കേന്ദ്രം മുന്നിട്ടിറങ്ങി. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞതിൽ KNR കൺസ്ട്രക്ഷനെ ഡീബാർ ചെയ്തുകൊണ്ട് കേന്ദ്രത്തിന്റെ ആദ്യ നടപടി വന്നു. ഒപ്പം 2 അംഗ സമിതിയുടെ റിപ്പോർട്ടിന് പിന്നാലെ കൺസൾട്ടന്റ് ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് വിലക്കും. ദേശീയപാതയിൽ 3 ജില്ലയിൽ വിള്ളലുകളും മണ്ണിടിച്ചിലും ഉണ്ടായതോടെ IIT പ്രൊഫസർ KR റാവുവിന്റെ നേതൃത്വത്തിൽ വീഴ്ചകൾ പരിശോധിക്കാൻ കേന്ദ്രം 3 അംഗ സമിതിയെ നിയമിച്ചു. ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചു. ET മുഹമ്മദ് ബഷീർ MP ഉൾപ്പെടെയുള്ളവർ നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി കൊണ്ട് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്ക് പരാതി നൽകി. ഇതിനെ തുടർന്നായിരുന്നു കേന്ദ്രത്തിന്റെ നീക്കങ്ങൾ. സംഭവം ജനങ്ങളിലും സർക്കാർ തലപ്പത്തും വലിയ ആശങ്ക ഉണ്ടാക്കുകയും ആരേൽക്കും ക്രെഡിറ്റ് എന്ന് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തർക്കങ്ങൾ കനക്കുകയും ചെയ്യുമ്പോൾ മറുവശത്ത് ദേശീയപാത നിർമ്മാണത്തിൽ യാതൊരു അപാകതയും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ് പ്രൊജക്ട് ഡയറക്ടർ അൻഷിൽ ശർമ്മ കടന്നുവന്നു. മഴ കാരണം അടിത്തറയിലുണ്ടായ സമ്മർദ്ദത്താൽ മണ്ണിളകിയതാകും എന്നാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമായി അവരുടെ വിശദീകരണം. പാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത നേരത്തെ ചൂണ്ടിക്കാട്ടിയിട്ടും മുഖവിലക്കെടുക്കാൻ തയ്യാറായിട്ടില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി MLA അടക്കമുള്ള ജനപ്രതിനിധികൾ എതിർത്തു പറഞ്ഞു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും NH അതോറിറ്റി മാനിക്കാറില്ല. വയൽ നികത്തിയുള്ള പണി അപകടമുണ്ടാക്കുമെന്നും കൂരിയാട് ഭാഗത്ത് മേൽപ്പാലമാണ് വേണ്ടതെന്നും നിർദ്ദേശിച്ചിരുന്നതായും കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. പാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത സംബന്ധിച്ച് ജില്ലാ വികസന സമിതി യോഗത്തിൽ പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി MLA-മാരായ P അബ്ദുൽ ഹമീദും KK ആബിദ് ഹുസൈൻ തങ്ങളും ചൂണ്ടിക്കാട്ടി. വയൽ നികത്തിയ ചേറുമണ്ണില് ഇത്ര വലിയ കൺസ്ട്രക്ഷൻ നിലനിൽക്കില്ലെന്ന് തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് പോലും തോന്നിയ കാര്യമാണെന്നും എഞ്ചിനീയർമാർക്ക് എന്തുകൊണ്ട് ഇത് മനസ്സിലായില്ല എന്നും പ്രദേശവാസികളും ചോദിച്ചു. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഇത് ഇവരോട് പറയുന്നുണ്ട്, ബന്ധപ്പെട്ട അധികാരികളോട് പറയുന്നുണ്ട് ഈ വിഷയം. ഇതുവരെ ഇത് ഫലപ്രദമായിട്ട് കാണുന്നില്ല. 3 വീട് അപകട ഭീഷണിയിലല്ലേ. പിന്നെ ഈ പ്രദേശം അങ്ങനെ തന്നെ ചളിയും വെള്ളത്തിലില്ല. ഇത് ഈ ഹൈവേ റോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മണ്ണിടിച്ചിലായിട്ട് മണ്ണ് പുതിയ ഇടിച്ചതായിട്ടും എല്ലാം സംഭവമാണ്. ഇത്രയൊക്കെ ചോദ്യങ്ങൾ ഉയർന്നപ്പോഴും മലപ്പുറം കൂരിയാട് എലിവേറ്റഡ് പാത തകരാനിടയായത് തങ്ങളുടെ കുഴപ്പമല്ല, മണ്ണിന്റെ കുഴപ്പം മൂലമാണെന്ന് കരാറുകാരായ KNR കൺസ്ട്രക്ഷൻസ് വ്യക്തമാക്കി. വയൽ നികത്തി പാത നിർമ്മിച്ചത് കാരണം വെള്ളക്കെട്ട് രൂക്ഷമാണെന്ന് പ്രദേശത്തെ ജനപ്രതിനിധികളുടെ പരാതി വേറെ. കണ്ണമംഗലം മലയിൽ നിന്നുള്ള വേങ്ങര തോടുവഴി കടലുണ്ടിപ്പുഴയിലേക്ക് സുഗമമായി ഒഴുകിയെത്തിയിരുന്ന വെള്ളം ഇപ്പോൾ വീടുകളിലേക്കും സ്കൂളുകളിലേക്കുമാണ് എത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു വീട്ടിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം. പിന്നെ റവന്യൂ പറയുന്നത് ഇത് നമ്മളിലല്ല, നാഷണൽ ഹൈവേന്റെ ആണ്. നാഷണൽ ഹൈവേ പറയുന്നത് നമുക്കൊന്നും ചെയ്യാമെങ്കിൽ ഇത് പഞ്ചായത്താണ് ചെയ്യേണ്ടത്. അങ്ങനെ കയ്യോയാണ്.
തിങ്കളാഴ്ച വൈകിട്ട് മുതൽ തുടങ്ങിയ മഴ ശക്തമായി പെയ്യുന്നതിനിടെയാണ് ചൊവ്വാഴ്ച രാവിലെ 7 മണിയോടെ ഉരുൾപൊട്ടി ഒഴുകുന്നതുപോലെ ചെളിയും മണ്ണും വീടുകളിലേക്ക് എത്താൻ തുടങ്ങിയത്. ദേശീയപാത നിർമ്മാണത്തിനായി കുന്നുകൂട്ടിയിട്ടിരുന്ന മണ്ണും ചെളിയുമാണ് വീടുകളിലേക്ക് ഒഴുകിയെത്തിയത്. ദേശീയപാതയുടെ താഴെ ഭാഗത്ത് CH നഗറിൽ 40ഓളം വീടുകളിലാണ് ചെളിയും വെള്ളവും ഒക്കെ എത്തിയത്. ഈ ഭാഗത്തേക്കുള്ള റോഡും വീട്ടുമുറ്റവും എല്ലാം ചെളിയിൽ മുങ്ങിക്കിടക്കുകയാണ്. മുറികളിലെല്ലാം ചെളി വന്നടിഞ്ഞു. പാത്രങ്ങൾ, ഫർണിച്ചർ തുടങ്ങി വീട്ടുപകരണങ്ങളെല്ലാം നശിച്ചു. സർട്ടിഫിക്കറ്റുകൾ, പഠനോപകരണങ്ങൾ എന്നിവയും ചെളിയിൽ നഷ്ടപ്പെട്ടു. കിണറുകളും ചെളിയടിഞ്ഞു മൂടി. എന്തൊക്കെയായാലും റോഡ് തകർത്തതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത KNR കൺസ്ട്രക്ഷൻസ് കമ്പനി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജലന്ധർ റെഡ്ഡി ആവശ്യമെങ്കിൽ അവിടെ പാലം നിർമ്മിക്കാൻ പോലും കമ്പനി തയ്യാറാണെന്ന് വ്യക്തമാക്കി. അധികൃതരുടെ നിർദ്ദേശങ്ങൾ കമ്പനി കർശനമായി പാലിക്കുമെന്നും ഉറപ്പു നൽകി. പ്രദേശത്തെ ഭൂഗർഭ സാഹചര്യങ്ങളും ഉയർന്ന ജലവിധാനവും തകർച്ചയ്ക്ക് ഘടകമായിട്ടുണ്ടെന്നും വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള അണ്ടർപാസ് അപ്രോച്ച് റാമ്പുകളിലൊന്ന് ഇടിഞ്ഞു വീണതോടെ സർവീസ് റോഡുകൾ ഉൾപ്പെടെ താറുമാറായെന്നും ജലന്ധർ റെഡ്ഡി സ്ഥിരീകരിച്ചു. പ്രധാന പാതയുടെ ഇരുവശത്തുമുള്ള സർവീസ് റോഡ് എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനിടയിലാണ് മലപ്പുറം കോഹിനൂരിലെ നിർമ്മാണ കമ്പനി KNRC ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ചും മലപ്പുറം കൂരിയാട് യൂത്ത് ലീഗിന്റെ പ്രതീകാത്മക സമരവും. മുഖ്യമന്ത്രിയുടെയും മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെയും മുഖംമൂടി അണിഞ്ഞെത്തിയ പ്രതിഷേധക്കാർ സെല്ലോ ടേപ്പും സ്റ്റാപ്ലെയറും ഉപയോഗിച്ച് ദേശീയപാതയിലെ വിള്ളലുകൾ ഒട്ടിച്ചുകൊണ്ട് പരിഹസിച്ചു. ദേശീയപാത നിർമ്മാണത്തിലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഇപ്പോൾ ആരെയും കാണുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം വന്നു. ക്രെഡിറ്റ് എടുക്കാൻ വന്നതല്ലാതെ ഒരു പണിയും ദേശീയപാതയിൽ സംസ്ഥാനം ചെയ്തിട്ടില്ല. സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് നിതിൻ ഗഡ്കരിക്ക് കത്തെഴുതുമെന്നും VD സതീശൻ പറഞ്ഞു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ശ്രമിച്ചിരുന്ന പിണറായി വിജയനും മന്ത്രി മുഹമ്മദ് റിയാസും ആ പരിപാടി ഉപേക്ഷിച്ചോ എന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും ചോദിച്ചു. നിർമ്മാണ വേളയിൽ ഉടനീളം ഫ്ലെക്സും വെച്ച് സെൽഫിയും എടുത്ത് ഓടി നടന്നവർ ഇപ്പോൾ ദേശീയപാത കേന്ദ്ര സർക്കാരിൻ്റെതെന്ന് അംഗീകരിച്ചോ എന്ന് വ്യക്തമാക്കണമെന്നുമാണ് മുൻ കേന്ദ്രമന്ത്രിയുടെ വാദം. സംഭവത്തിൽ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ദേശീയപാത അതോറിറ്റിക്കെതിരെ ഗുരുതര ആരോപണവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും രംഗത്തെത്തി. ദേശീയപാതയുടെ നിർമ്മാണത്തിനുള്ള TPR അഥവാ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് പ്രീണനത്തിന്റെ ഭാഗമായി അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് സുരേഷ് ഗോപി ആരോപിച്ചു. DPR അട്ടിമറിച്ചത് എന്തിനു വേണ്ടിയാണെന്നും ആർക്കു വേണ്ടിയാണെന്നും കണ്ടെത്തണമെന്നും അതിൽ അന്വേഷണം നടക്കണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. റോഡുകൾക്കൊപ്പം ഇടിഞ്ഞു വീഴുന്നത് സർക്കാരിലുള്ള ജനവിശ്വാസം കൂടിയാണെന്നായിരുന്നു ഷാഫി പറമ്പിൽ MPയുടെ പ്രതികരണം. എന്നാൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദേശീയപാത നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിനോ പൊതുമരാമത്ത് വകുപ്പിനോ യാതൊരു തരത്തിലുള്ള പങ്കാളിത്തവുമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തീർത്തു പറഞ്ഞു. ദേശീയപാതയുടെ A മുതൽ ക്ഷ വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ദേശീയപാത അതോറിറ്റിയാണെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ച് അവർ മുന്നോട്ടു പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദേശീയപാത തകർച്ചയെ പ്രതിപക്ഷം സുവർണാവസരമായി കാണുന്നുവെന്നായിരുന്നു മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. തർക്കങ്ങളും പരസ്പര ചെളിവാരി എറിയലുകളും തുടരുമ്പോൾ വികസന ഭാവി എന്ന് വിശേഷിപ്പിച്ചിരുന്ന ദേശീയപാത ഇപ്പോൾ ഭാവി എന്തെന്നറിയാതെ വിശ്രമത്തിലാണ്.